തെന്നിന്ത്യൻ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ജയിലർ 2 ചിത്രീകരണം പൂർത്തിയായി. ചിത്രത്തിന്റെ റിലീസ് തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. തമിഴിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആകാൻ സാധ്യതയുള്ള പ്രൊജക്ടാണ് ജയിലർ 2 എന്ന് സിനിമാ അനലിസ്റ്റുകൾ പറയുന്നു. തെന്നിന്ത്യൻ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് നെൽസൺ ദിലീപ് കുമാർ രജനീകാന്ത് ചിത്രമായ ജയിലർ 2 വരവിനായി കാത്തിരിക്കുന്നത്. ടൈഗർ മുത്തുവേൽ പാണ്ടിനായി രജനീകാന്ത് എത്തുന്ന ചിത്രത്തിന്റെ ആദ്യ ഭാഗം വമ്പൻ വിജയമാണ് നേടിയത്. സിനിമയിൽ നിരവധി ക്യാമിയോ റോളുകൾ ഉണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ പറയുന്നത്. ബോളിവുഡ് ബാദ്ഷാ ഷാറൂഖ് ഖാനും ക്യാമിയോ വേഷത്തിൽ എത്തുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. സിനിമയെക്കുറിച്ച് നടൻ രജനീകാന്ത് പങ്കുവച്ച അപ്ഡേറ്റാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ജയിലർ 2 ചിത്രീകരണം പൂർത്തിയായി എന്ന വിവരമാണ് സൂപ്പർ സ്റ്റാർ പങ്കുവച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ റിലീസ് തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചെന്നൈ വിമാനത്താവളത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിലാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായ വിവരം താരം അറിയിച്ചത്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിൽ രജനീകാന്തിനൊപ്പം ഒരുപിടി മലയാളി അഭിനേതാക്കളും ഭാഗമാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സുരാജ് വെഞ്ഞാറമൂട്, കോട്ടയം നസീർ, അന്ന രേഷ്മ രാജൻ, വിനീത് തട്ടിൽ, സുനിൽ സുഖദ, സുജിത് ശങ്കർ എന്നിവരാണ് ഈ താരങ്ങൾ. തമിഴിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആകാൻ സാധ്യതയുള്ള പ്രൊജക്ടാണ് ജയിലർ 2 എന്ന് സിനിമാ അനലിസ്റ്റുകൾ ഉൾപ്പെടെ പറയുന്നു. ആദ്യ ഭാഗം പോലെ തന്നെ ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നമാകും രണ്ടാം ഭാഗവും. അതേസമയം രണ്ടാം ഭാഗം വരുമ്പോൾ മോഹൻലാലിന്റെ മാത്യു എന്ന ഡോൺ കഥാപാത്രം ഉണ്ടാവുമോ എന്ന ആകാംക്ഷയിലാണ് മലയാളി പ്രേക്ഷകർ. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും നിലവിൽ വന്നിട്ടില്ല. ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനായി 600 കോടിയിലധികം രൂപയാണ് ആദ്യ ഭാഗം നേടിയത്. രജനീകാന്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു ജയിലർ. അതേസമയം രജനീകാന്തും കമൽഹാസനും ഒന്നിച്ചെത്തുന്ന മറ്റൊരു സിനിമയുടെ അപ്ഡേറ്റും രജനീകാന്ത് പങ്കുവച്ചിട്ടുണ്ട്. സിനിമയുടെ ചിത്രീകരണം ഓഗസ്റ്റിൽ ആരംഭിക്കുമെന്നും KHXRK എന്നാണ് താൽക്കാലികമായി നൽകിയിരിക്കുന്ന പേരെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചിത്രം റെഡ് ജെയിൻ മൂവീസിന്റെ ബാനറിലാണ് ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. തെന്നിന്ത്യയിലെ മുൻനിര സംഗീത സംവിധായകൻ അനിരുദ്ധ് രവിചന്ദ്രാണ് ചിത്രത്തിനായി സംഗീതമൊരുക്കുന്നത്. ഇതോടെ ജയിലർ ടീമും കമൽഹാസനും ഒന്നിക്കുമ്പോൾ വലിയൊരു സിനിമാ വിരുന്ന് തന്നെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.